ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം LR ബൊട്ടിക് കൊമ്പിടിഞ്ഞാമാക്കൽ. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. ഷോപ്പിന്റെ വർക്കിംഗ് ടൈം വരുന്നത് കാലത്ത് 9 മണി മുതൽ രാത്രി 8 മണി വരെയാണ്. അപ്പോൾ രാത്രി 8 മണിക്ക് ശേഷം വരുന്ന എല്ലാ മെസ്സേജുകൾക്കും ഉള്ള മറുപടി പിറ്റേ ദിവസം കാലത്ത് 9 മണിക്ക് കട തുറന്നതിന് ശേഷം മാത്രമായിരിക്കും നൽകുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഒരു പ്രോഡക്റ്റ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്, പേയ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ 12 മണി വരെ പേയ്മെന്റ് നടത്തുന്ന എല്ലാ പ്രോഡക്റ്റും അതേ ദിവസം തന്നെ നമ്മൾ ഡെസ്പാച്ച് ചെയ്തിരിക്കും. കാരണം പോസ്റ്റ് ഓഫീസുകാർ പറഞ്ഞിട്ടുണ്ട് 12:30-ക്ക് മുമ്പ് അവർക്ക് സാധനങ്ങൾ കൊണ്ടു കൊടുക്കണം, എന്നാലാണ് ഇത് മുഴുവൻ അവർക്ക് കമ്പ്യൂട്ടറിൽ അടിച്ചു കയറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 12 മണി വരെ പേയ്മെന്റ് ചെയ്തവരുടെ എല്ലാ പ്രോഡക്റ്റുകളും അതേ ദിവസം തന്നെ നമ്മൾ ഡെസ്പാച്ച് ചെയ്യും. 12 മണിക്ക് ശേഷം വരുന്ന എല്ലാ പേയ്മെന്റുകൾ കഴിഞ്ഞ പ്രോഡക്റ്റും നെക്സ്റ്റ് ഡേ കാലത്താണ് നമ്മൾ സെൻഡ് ചെയ്യുള്ളൂ. പിന്നെ സാധാരണ നമ്മൾ 2 to 3 ഡേയ്സ് ആണ് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഡെലിവറി ആവുന്ന ദിവസങ്ങൾ പറയുന്നത്. 3 ദിവസത്തിന്റെ ഉള്ളിൽ മാക്സിമം. ഇപ്പോൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് തന്നെയൊക്കെ ആണെങ്കിൽ ഇന്ന് അയച്ചാൽ നാളെ കിട്ടും. പക്ഷെ അതല്ലാത്തതെല്ലാം 3 ദിവസമാണ് നമ്മൾ പറയുന്നത്. അത് ചിലപ്പോൾ 2 ദിവസം കൊണ്ട് കിട്ടും, ചിലപ്പോൾ 3 ദിവസം കൊണ്ട് കിട്ടാതെയും ഇരിക്കാം. പക്ഷെ നമ്മൾ ഇവിടുന്ന് സാധനങ്ങൾ അയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആരൊക്കെയാണോ ചോദിക്കുന്നത് അവർക്കെല്ലാം ഞാൻ ആ റെസിപ്റ്റ് അയച്ചു തരുന്നുണ്ട്. പിന്നെ വൺസ് പ്രോഡക്റ്റ് ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്താൽ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി തീർന്നു. പിന്നെ നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിലത്തെ അവിടെ ജോലിക്ക് ആൾക്കാർ കുറവോ എന്തെങ്കിലും സാങ്കേതികമായ കാരണങ്ങളാലായിരിക്കാം 1 ദിവസമോ 2 ദിവസമോ വൈകുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ചിലപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാവില്ല, നിങ്ങളുടെ നൈബറിന്റെ കയ്യിൽ സാധനം കൊടുത്തേൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് അവരോട് ചോദിക്കുക. ഇത് പല കസ്റ്റമേഴ്സായി ഞങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടിയില്ല, ഇന്നേക്ക് 6 ആയി, ഇന്നേക്ക് 7 ആയി. നമ്മൾ ഇവിടുന്ന് ആ റെസിപ്റ്റിൽ തന്നിരിക്കുന്ന റെഫറൻസ് നമ്പർ വെച്ച് നമ്മൾ ട്രാക്ക് ID വെച്ച് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഓൾറെഡി ഐറ്റം ഡെലിവേർഡ് ആയി എന്നാണ് കാണിക്കുന്നത്. ഇവിടുന്ന് അയച്ച് 2 ദിവസത്തിന്റെ ഉള്ളിൽ അവിടെ പ്രോഡക്റ്റ് ഡെലിവർ ആയിട്ടുണ്ട്. ഫ്ലാറ്റിൽ താമസിക്കുന്നവർ താഴെയുള്ള സെക്യൂരിറ്റിയോട് ചോദിക്കുക പ്രോഡക്റ്റ് വന്നിട്ടുണ്ടോന്ന്. അതല്ല വീടുകളിൽ താമസിക്കുന്നവർ, നിങ്ങൾ വീട്ടിലില്ലാത്ത സമയത്താണ് പോസ്റ്റ്മാൻ വരുന്നതെങ്കിൽ സാധനം അടുത്തുള്ള വീടുകളിൽ എവിടെയെങ്കിലും ആരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ അതും കൂടി വന്ന് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സെർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ മെസ്സേജുകൾ വിട്ടുകൊണ്ടിരിക്കുക. ഇത് നിങ്ങളിങ്ങനെ തോരെ കിട്ടിയില്ല പ്രോഡക്റ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയോ റെസിപ്റ്റുകൾ താഴെ ഇരിക്കുന്ന റെസിപ്റ്റുകൾ തപ്പിയെടുത്തിട്ടാണെന്ന് അറിയോ നിങ്ങളുടെ ഏതാണ് നിങ്ങളുടെ ട്രാക്ക് ID എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്തൊന്ന് സഹകരിക്കുക. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചുരിദാറിന്റെ മെറ്റീരിയലുകളാണ്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ യോക്കിന്റെ ഭാഗത്ത് ഇതുപോലെ ഉള്ള ഒരു ട്യൂബ് വർക്കാണ് വന്നിരിക്കുന്നത്. കണ്ടോ? ഈ തുണിയുടെ പ്രത്യേകത, ഇതൊരു ഷിമ്മറിങ് ഉണ്ട്, ഇതിലൊരു ഗ്ലേസിങ് പോലെ ഈ മെറ്റീരിയലിൽ വരുന്നുണ്ട്. ഇപ്പോൾ ട്രെൻഡായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാബ്രിക് ആണ് ഇത്. നല്ലതുപോലെ ഒതുങ്ങി കിടക്കും. പറന്ന് ഇരിക്കുന്ന ഫാബ്രിക്കേ അല്ല, നല്ല സോഫ്റ്റ് ആണ്. ഇതിന്റെ ബോട്ടത്തിന്റെ പീസ് ഞാൻ ഇതിന്റെ ബാക്കിൽ പിടിച്ചിട്ടുണ്ട്. ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളർ തന്നെ. നല്ല ഭംഗിയാണ്, നമുക്കൊരു ഫംഗ്ഷൻ ഇട്ടുകൊണ്ട് പോകാം. ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇതുപോലെ തന്നെ ഷിമ്മറിൽ തന്നെ വരുന്ന ഫാബ്രിക് ആണ്, ലൈറ്റ് വെയിറ്റ് ഫാബ്രിക് ആണ്. ഇതിന്റെ 4 സൈഡിലും ഇതുപോലെ ഈ ഇതിലുള്ള ട്യൂബ് വർക്കിന്റെ പോലത്തെ തന്നെ ഒരു സ്കാലപ്പ് ബോർഡറിൽ ആ ട്യൂബുകളാണ് ഇതിൽ തുന്നി പിടിപ്പിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയാണ്, നല്ല ഡാർക്ക് ഷെയ്ഡാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 1545. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഞാൻ വിടർത്തി കാണിക്കുന്നില്ല കേട്ടോ, ഫസ്റ്റിൽ കാണിച്ചതുപോലെ തന്നെയാണ് സ്പെസിഫിക്കേഷൻ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിന്റെ കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളർ. അതിൽ യോക്കിൽ ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് ഒരു വർക്കാണ്, ട്യൂബ് ബീഡ്സ് ആണ് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയാണ്, നമുക്കൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന തരം ഫാബ്രിക് ആണ്. നല്ലതുപോലെ ഒതുങ്ങിക്കിടക്കുന്ന ഫാബ്രിക്. ഇതിന്റെ ദുപ്പട്ടയുടെ 4 സൈഡിലും ഇതുപോലെ സ്കാലപ്പ് ബോർഡറും ട്യൂബ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു റെഡിഷ് മെറൂൺ കളറിൽ ഇതുപോലെ ഒരു ഗോൾഡൻ ബീഡ്സ് വർക്കാണ് പോയിരിക്കുന്നത്. ട്യൂബ് വർക്കും ബീഡ്സ് വർക്കും ആണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ നല്ലതുപോലെ ഒതുങ്ങിക്കിടക്കുന്ന മെറ്റീരിയലാണ്. ഒരു ഗ്ലേസിങ് ഇഫക്റ്റ് ഉണ്ട് ഇതിൽ. ഇതുപോലെ തന്നെ ഇതിന്റെ ദുപ്പട്ടയുടെ 4 സൈഡിലും ഇതുപോലത്തെ തന്നെ സ്കാലപ്പ് ബോർഡർ വിത്ത് ട്യൂബ് വർക്ക്. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്
നല്ലൊരു സീ ബ്ലൂ കളറാണ്. നല്ല ഭംഗിയാണ് ഈ കളർ. ഈ സീ ബ്ലൂ കളറൊക്കെ ഇങ്ങനെ റയർ ആയിട്ട് കാണുന്ന ഒരു ഷെയ്ഡാണ്. ഇതില് ഇതുപോലെ തന്നെ യോക്കിൽ ഇതുപോലെ ഫുള്ള് വർക്കാണ്. ഇതിന്റെ ദുപ്പട്ടയ്ക്കും 4 സൈഡിലും ഇതുപോലെ സ്കാലപ്പ് ബോർഡറും ട്യൂബ് വർക്കാണ് വന്നിരിക്കുന്നത്. ഫംഗ്ഷൻ ഇട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന മെറ്റീരിയലാണ്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മൗ ഷെയ്ഡാണ്. ഇതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവൻഡർ ഷെയ്ഡ് കേട്ടോ, മൗ അല്ല ലാവൻഡർ ഷെയ്ഡാണ്. അതിലും ഇതുപോലെ തന്നെ യോക്കിൽ ഫുള്ളും വർക്കായിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ദുപ്പട്ടയ്ക്കും 4 സൈഡിലും ട്യൂബ് വർക്കിന്റെ ട്യൂബ് ബീഡ്സിന്റെ വർക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന മെറ്റീരിയലാണ്. ഒരു ഫംഗ്ഷൻ ഇടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന്റെ എല്ലാം റേറ്റ് വരുന്നത് 1545. അപ്പോൾ ഇന്ന് ഈ കാണിച്ച മെറ്റീരിയലിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്